SFIയുടെ പ്രതികരണം കൂടി ഞാൻ എടുക്കട്ടെ. ഇപ്പോൾ SFIയുടെ പ്രസിഡന്റ് M ശിവപ്രസാദ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ശിവപ്രസാദ്, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്നിരിക്കുന്ന സംഭവം 10 വർഷത്തിനു ശേഷം KSU ഒരു സീറ്റിൽ ജയിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത് സഹിക്കാതെ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നു എന്നുള്ളതാണ് അലോഷിയുടെ പ്രതികരണം. എന്താണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? KSUവിലെ പെൺകുട്ടികൾക്കടക്കം തലയ്ക്ക് കല്ലേറ് കൊണ്ട് പരിക്കേറ്റിട്ടുണ്ട്. അതെ അതെ, വളരെ ശരിയാണ്. എൻ്റെ സഹപ്രവർത്തകർ രണ്ടാളും പറഞ്ഞത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ കല്ലെറിഞ്ഞത് ആരാണെന്ന് അലോഷി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ചൊന്ന് ചോദിക്കണം. ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കേന്ദ്രീകരിക്കുകയാണ്. ഇവിടെ KSUവിൻ്റെ പ്രവർത്തകരുണ്ട്, SFIയുടെ പ്രവർത്തകരുണ്ട്. ഈ ക്യാമ്പസിനകത്തു നല്ല സംഘർഷം ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കണം. ഈ സംഘർഷം ആരംഭിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാഫിയ ബന്ധമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും അവരുടെ സഹായികളായ ഗുണ്ടകളും ഇതിൻ്റെ ചുറ്റിനും കേന്ദ്രീകരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സർവകലാശാല തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് യൂത്ത് കോൺഗ്രസ്സുകാർ വരുന്നത്? വിദ്യാർത്ഥികളുടെ യൂണിയനാണല്ലോ, വിദ്യാർത്ഥി യൂണിയൻ. ആ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വിദ്യാർത്ഥി സംഘടനകളാണല്ലോ. ആ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി SFIയുടെ ഭാഗമായി ഞാനും KSUവിൻ്റെ ഭാഗമായി അലോഷ്യ സേവറും കൂടെ ഉള്ളപ്പോൾ അലോഷ്യ സേവറിന് എന്ത് സഹായവും താങ്ങുമാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്ന് ഇവിടെ വേണ്ടത്? അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ താങ്ങുണ്ടെങ്കിലേ അലോഷ്യ സേവറിന് കേരളത്തിലൊരു യൂണിവേഴ്സിറ്റി വരാൻ കഴിയുള്ളൂ. അങ്ങനെയാണോ അലോഷ്യ സേവർ സ്വയം സംഘടനയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്? ഈ സർവകലാശാല ക്യാമ്പസിന് പുറത്ത് സംഘടിച്ച KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഗുണ്ടകളാണ് സംഘർഷം ആരംഭിച്ചിട്ടുള്ളത്. ഒരു കാരണവുമില്ലാതെ യൂണിയൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി വലിയ വിജയം നേടിയ SFI സഖാക്കൾ യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിൽ വിജയാഘോഷ പ്രകടനം നടത്തുന്ന ഘട്ടത്തിലാണ് സ്വാഭാവികമായി കാരണം കാണുന്നത് 11 വർഷങ്ങൾക്ക് ശേഷം വൈസ് ചെയർപേഴ്സൺ സീറ്റ് KSU നേടി. അതാണ് നിങ്ങളെ പ്രകോപിപ്പിച്ചത് എന്നാണ് KSU പറയുന്നത്. KSU എല്ലാ ഘട്ടങ്ങളിലും കേരള സർവകലാശാലയിൽ ചെറിയ സീറ്റുകൾ ജയിച്ചിട്ടുണ്ടെന്നേ. എന്നാൽ SFI മുഴുവൻ സീറ്റിലും ജയിച്ചിട്ടുള്ള SFI ജയിച്ചിട്ടുണ്ട്. KSU ചില ഘട്ടങ്ങളിൽ ചില സീറ്റുകൾ ജയിച്ചിട്ടുണ്ട്. ചില ഇൻഡിപെൻഡൻറ്റുകളെയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളെയൊക്കെ വോട്ട് വാങ്ങി പ്രിഫറൻസ് വോട്ടിംഗ് വരുമ്പോൾ ചില സീറ്റുകൾ ജയിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം തിരക്കും, ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം തിരക്കും. ഇവിടെ വിജയിച്ച മറ്റ് സീറ്റുകളിൽ SFIയുടെ ഭൂരിപക്ഷം തിരക്കും. പ്രിഫറൻസ് വോട്ടുകളിൽ ചില സീറ്റുകളിലാണ് KSU ജയിച്ചിട്ടുള്ളത്. അത് പ്രിഫറൻസ് വോട്ടിംഗ് വരുമ്പോൾ ചില സീറ്റുകൾ KSUവിന് ജയിക്കാൻ കഴിയും. ജനാധിപത്യമല്ലേ, എല്ലാവരും ജയിക്കില്ലേ? ഞങ്ങൾക്ക് അതിനൊന്നും പ്രശ്നമില്ലെന്നേ. അല്ല, അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പുറത്തു നിന്ന് അകത്തേക്ക് KSU പ്രവർത്തകർക്ക് നേർക്ക് കല്ലെറിഞ്ഞു, അതാണോ പറഞ്ഞു വരുന്നത്? ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചാൽ മതി. എന്റെ വാക്യങ്ങൾ വിശ്വസിക്കേണ്ട. റിപ്പോർട്ടർമാരായി ഉച്ച മുതൽ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ ഉച്ച മുതൽ ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ട്. ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 5 പ്രവർത്തകർക്ക് പരിക്കേറ്റു. എന്റെ കൈക്ക് പരിക്കേറ്റു, എന്റെ മറ്റ് സഹപ്രവർത്തകർക്ക് പരിക്കേറ്റു. അവർ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. ആരൊക്കെയാണെന്നുള്ള തിരക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പോലീസ് സ്വാഭാവികമായി കല്ലേറ് വന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി പോലീസ് ആക്ഷനിലേക്ക് പോയി. അവർ ചാർജ് ചെയ്തു. അവരാരാണ് നോക്കാതെ അക്രമം നടത്തി. സ്വാഭാവികമായി കല്ലേറ് വരുന്ന ഘട്ടത്തിൽ പോലീസ് ഈ ക്യാമ്പസിനകത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികളെ അടിച്ചു. അത് മറ്റക്രമത്തിലേക്ക് പോയി. അതും പ്രശ്നമാണ്. ഇവിടെ കല്ലേറ് വന്ന ഘട്ടത്തിൽ പുറത്തുനിന്ന് കല്ലേറ് വരുമ്പോൾ അതിന്റെ പാപഭാരം അനുഭവിക്കേണ്ടി വന്നത് KSUക്കാരും SFIക്കാരുമാണെന്ന്. ഞങ്ങൾ അവർക്ക് കൂടി വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. ശരി, അലോഷി, എന്താണ് യൂത്ത് കോൺഗ്രസിന് ഇവിടെ കാര്യം എന്നാണ് ചോദിക്കുന്നത്? KSUവിന്റെ ഇതൂടെ കേട്ടിട്ട് പോകും മാഡം, ഇതൂടെ കേട്ടിട്ട് പോകും മാഡം. വളരെ സുവ്യക്തമായി വളരെ രാവിലെ മുതൽ ശിവപ്രസാദ് പൂർത്തിയാക്കട്ടെ. ആരെറിഞ്ഞ ചോദിക്കണം. എന്താണ് ശിവപ്രസാദ് പറയൂ. KSUവിന്റെ ഒരു സഹപ്രവർത്തകയ്ക്ക് അലോഷിയുടെ തൊട്ടരികെ നിൽക്കുമ്പോഴാണ് കല്ലേറ് കൊള്ളുന്നത്. ആരാ കല്ലെറിഞ്ഞെന്ന് അലോഷി അന്വേഷിക്കണ്ടേ? പുറത്ത് നിൽക്കുന്ന KSUക്കാർ എറിഞ്ഞ കല്ല് സ്വാഭാവികമായി ക്യാമ്പസിനകത്ത് SFIക്കാർ മാത്രമല്ലല്ലോ, KSUക്കാരുണ്ട്. ഉന്നം തെറ്റി ആ KSUവിന്റെ സഹപ്രവർത്തകരുമല്ല കൊണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ ഉന്നം തെറ്റി കൊണ്ടതാണോ? സ്വന്തം പ്രവർത്തകർക്ക് തന്നെ കൊണ്ടതാണോ? അലോഷി, മറുപടി പറഞ്ഞോളൂ. കല്ലിനറിയില്ലല്ലോ KSU ആണ്. വളരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സുവ്യക്തമാണ്. SFI ആസൂത്രണം ചെയ്ത് രാവിലെ മുതൽ വളരെ സമാധാനപരമായി ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് അടുക്കും ചിട്ടയോടും കൂടി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ കൗണ്ടിങ് പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ വിജയിച്ചു കയറുന്നു, SFIയുടെ പ്രതിനിധികളും വിജയിച്ചു കയറുന്നു. ഞാൻ വളരെ സമാധാനപരമായി സെനറ്റിന്റെ കൗണ്ടിങ് ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് പുറമെ നിന്ന് വന്ന SFIയുടെ ഒരു പ്രവർത്തകൻ ഹെൽമെറ്റ് വെച്ച് അടിച്ച ആക്രമണത്തിന് തുടക്കം കുറിക്കുന്നത്. അതിന്റെ വിഷയങ്ങൾ മാധ്യമങ്ങളുടെ ലഭ്യമാണ്. പോലീസുകാർ ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുകയല്ല.
ഈ ഹെൽമെറ്റ് കൊണ്ട് തീർച്ചയായിട്ടും അത് ഞങ്ങൾ മാധ്യമങ്ങൾക്ക് പ്രവർത്തനം ആരാന്നും കൂടി പറയട്ടെ. ഞങ്ങൾ മാധ്യമങ്ങൾക്ക് ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനാണ്. അല്ലാതെ കേരളത്തിലെ ഉള്ള SFIക്കാരുടെ മുഴുവൻ പേരും അവരുടെ വിലാസവും കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുകയല്ല ഞങ്ങളുടെ പരിപാടി. ഞങ്ങളതിൽ കൃത്യമായ ആക്രമണത്തിന് തുടക്കം കുറിച്ച SFI പ്രവർത്തകൻ, ഹെൽമെറ്റ് കൊണ്ട് ആക്രമണത്തിന് തുടക്കം കുറിച്ച SFI പ്രവർത്തകന്റെ വിഷ്വൽ ഞങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇനി അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ്. വലിയ അനാസ്ഥയാണ് ഇവിടെ നൂറുകണക്കിന് ഇവിടെ ഹൈക്കോടതിയുടെ ഉൾപ്പെടെ ഉത്തരവ് ഉണ്ടായ ഹൈക്കോടതിയുടെ ഉൾപ്പെടെ ഉത്തരവ് ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ SFIക്ക് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് കേരള പോലീസ് ഒരുക്കി കൊടുത്തത്. ഇവിടെ AKG സെന്റർ തൊട്ടപ്പുറമുള്ള AKG സെന്ററിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ SFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പുറത്തുനിന്ന് കല്ലെറിഞ്ഞു. നിങ്ങൾ അന്വേഷിക്കുക. പിണറായിയുടെ പോലീസല്ലേ? പിണറായിയുടെ പോലീസാണ് കേരളത്തിൽ ഭരണം നടത്തുന്നത്. ഇതിന് ആക്രമണങ്ങൾക്ക് ആരാണ് തുടക്കം കുറിച്ചത്? മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കാളിത്തമുണ്ടോ? പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. ഇവിടെ വളരെ സുവ്യക്തമാണ്. ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയർ കട്ടായിട്ട് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ വളരെ സമാധാനപരമായി ജനാധിപത്യപരമായി പേര് വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. സംസ്ഥാന നിർവാഹക സമിതി അംഗം നസിയ, ജില്ലാ ഭാരവാഹി അഭിഷേക്, ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ, ജില്ലാ ഭാരവാഹി ഗോകുൽ, സർവകലാശാല വൈസ് ചെയർപേഴ്സൺ ആമിന ബ്രോഷ്, സർവകലാശാല എക്സിക്യൂട്ടീവ് അംഗം അൻസിയ, ഇത്രയും പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിരിക്കുന്നു. ശിവപ്രസാദ്, ഇത് യൂത്ത് കോൺഗ്രസിന്റെ കല്ലേറിലാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കത്തില്ല, അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ വിശ്വസിക്കില്ല. പുറത്തുനിന്ന് കല്ലെറിയുമ്പോൾ കല്ലിനറിയില്ലല്ലോ ആർക്കാ കൊള്ളുന്നത്. ഞങ്ങൾ ആ കല്ലേറിൽ പരിക്കേറ്റിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ ആ കല്ലേറ് നടത്തിയവർക്ക് ലിസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടായിട്ടുണ്ടാവും. അവർക്ക് നല്ല സമയം ഉണ്ടായിരുന്നു. കല്ലേറാൻ വേണ്ടി ആസൂത്രണം ചെയ്തിട്ട് പുറത്തു പോയിരുന്നു. നേരത്തെ ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങൾക്ക് തരാൻ വേണ്ടി നല്ല സമയം ഉണ്ടായിരുന്നു. ഞാൻ ആ കല്ലേറ് പറ്റിയ പ്രവർത്തകരെ അയക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അവരുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള സമയം എനിക്കിപ്പോൾ കിട്ടിയില്ല. ഞാൻ എടുത്തിട്ട് വിശദമായിട്ട് തരാം. ശരി, ലിസ്റ്റ് എടുക്കാൻ മുന്നിൽ പ്രവർത്തകർ ചോരയൊലിക്കുന്ന കാഴ്ച കണ്ടിരുന്നോ ശിവപ്രസാദ്? അങ്ങനെ കണ്ടിരുന്നോ? SFI സംസ്ഥാന കമ്മിറ്റി അംഗം റോഷൻ ഉൾപ്പെടെ സഖാക്കൾക്ക് തലക്ക് പരിക്കേറ്റേ. ഞാൻ പറഞ്ഞുതരാം. ആരാണ് ഹെൽമെറ്റുമായി ആക്രമിച്ചത്? ഹെൽമെറ്റുമായി വന്ന SFIക്കാരനാരാണ്? പോലീസ് അവര് പറയട്ടെ. ഞാൻ ചോദിച്ച അടിസ്ഥാന ചോദ്യം, സ്മൃതി മേഡം ചോദിച്ചപ്പോ മറുപടി പറഞ്ഞില്ലല്ലോ. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് എന്താ കാര്യം? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രീമതി, പുറത്തുനിന്ന് ഏത് SFI പ്രവർത്തകൻ വന്നു എന്ന് പറയട്ടെ. കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് ഏത് SFI പ്രവർത്തകൻ? ഞാൻ എന്തുകൊണ്ടാ അലോഷ്യ സേവ്യർ ഇവിടെ ഒന്നേന്നല്ല ചോദിച്ചേ. ഞാൻ ചോദിച്ചത് എന്തിനാണ് കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ്സുകാർ വന്നേന്നാ. ഇവിടെ ഉണ്ടോ DYFI കാര്യങ്ങൾ നോക്കിയോ? ഇവിടെ ഉണ്ടോ മറ്റേതെങ്കിലും സംഘടനക്കാർ? ഇവിടെ ഉണ്ടോ? ശിവപ്രസാദ്, ഇവിടെ പുറമെ വന്ന DYFIയുടെ എന്തിനു യൂത്ത് കോൺഗ്രസ്? എന്തിനു ഗുണ്ടകൾ വന്നു? ഗുണ്ടകളുടെ എല്ലാം പട്ടിക എന്തിനു ഗുണ്ടകൾ വന്നു?